അപ്പോൾ ഫ്രണ്ട്സ്, ഇതാണ് ഞാൻ ഉണ്ടാക്കിയ ഇൻക്യുബേറ്റർ. യൂട്യൂബിൽ തന്നെ പലരും ഇൻക്യുബേറ്റർ ഉണ്ടാക്കുന്നതിൻ്റെ വീഡിയോസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ അതിനെക്കുറിച്ച് പറഞ്ഞ് ഒരുപാട് സമയം വേസ്റ്റ് ചെയ്യുന്നില്ല. അപ്പോൾ ഞാൻ ഇതിനകത്ത് എടുത്തേക്കുന്ന ഒരു 60 വോൾട്സിൻ്റെ ബൾബ് ഹോൾഡർ, USB ഫാന്, പിന്നെ തെർമോസ്റ്റാറ്റും കുറച്ച് വയറുമാണ് നമ്മൾ ഇതിനകത്ത് മെയിനായിട്ട് യൂസ് ചെയ്തേക്കുന്നത്. പിന്നെ തെർമോക്കോൾ നിങ്ങൾക്ക് അറിയാമല്ലോ, അതിനകത്ത് ഹീറ്റ് കറക്റ്റ് ലെവലിൽ നിൽക്കാൻ. അതിൻ്റെ കൂട്ടത്തിൽ നിങ്ങൾക്ക് നേരത്തെ അറിയായിരിക്കും, ചിലർക്കൊക്കെ അറിയാം, നമ്മുടെ മുട്ട വിരിയാൻ വേണ്ടിയിട്ട് 37.5 ആണ് അതിൻ്റെ ഒരു ഹീറ്റ് അതിനകത്ത് വേണ്ടതെന്നുള്ളത്. അപ്പോൾ നമ്മളതിൻ്റെ കറക്റ്റ് ആ ടൈം തെർമോസ്റ്റാറ്റിലാകുമ്പോഴത്തേക്കിനും നമ്മുടെ ബൾബ് അണയുകയും നമ്മുടെ ഇൻക്യുബേറ്ററിൻ്റെ അകത്തത്തെ ടെമ്പറേച്ചർ കുറയുന്നതിൻ്റെ അനുസരിച്ച് പിന്നെ ആ ബൾബ് കത്തുകയും ചെയ്യുക. അതാണ് ഇതിൻ്റെ മെയിൻ പ്രോസസ്സ് എന്ന് പറയുന്നത്. മെയിനായിട്ട് നിങ്ങളിതൊരു ദിവസമെങ്കിലും ഇങ്ങനെ ഓണാക്കി ഇടണമെന്നാണ് എൻ്റെ അഭിപ്രായത്തിൽ ഞാൻ പറയുന്നത്. അങ്ങനെ ഓണാക്കി വിടുവാണെങ്കിൽ അതിൻ്റെ ടെമ്പറേച്ചറും കാര്യങ്ങളും എല്ലാം കറക്റ്റ് സെറ്റായി വരുന്നതായിരിക്കും. അടുത്ത ദിവസം മുതൽ നിങ്ങൾക്ക് അതിനകത്ത് അറക്കപ്പൊടിയോ എന്തെങ്കിലും യൂസ് ചെയ്ത്, അല്ലെങ്കിൽ ന്യൂസ് പേപ്പറോ യൂസ് ചെയ്ത് നമുക്ക് അതിനകത്ത് മുട്ട വയ്ക്കാവുന്നതാണ്. നിങ്ങൾക്കിവിടെ കാണാൻ പറ്റും, ഒരു ചെറിയൊരു ഇൻക്യുബേറ്ററാണ് ഞാൻ ഇവിടെ സെറ്റ് ചെയ്തേക്കുന്നത്. എനിക്ക് കിട്ടിയ ഒരു ബോക്സിനകത്ത് ഞാൻ തെർമോക്കോൾ കട്ട് ചെയ്ത് വെച്ച് ആണ് ഈ സാധനം സെറ്റ് ചെയ്തേക്കുന്നത്. ഞാൻ ഇതെല്ലാം ഒന്ന് വർക്കിംഗ് ആണോ എന്നൊന്ന് ചെക്ക് ചെയ്തായിരുന്നു. ഫാനും കാര്യങ്ങളെല്ലാം സർക്യൂട്ടെല്ലാം കറക്റ്റാണ്. നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഇൻക്യുബേറ്റർ മേക്ക് ചെയ്യുന്ന ഒരു വീഡിയോ ഞാൻ ഇതിൻ്റെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. എനിക്ക് ഇച്ചിരി എളുപ്പമായിട്ട് തോന്നിയത് ഈ പുള്ളിക്കാരൻ പറയുന്നതാണ്. ഞാൻ ചാനലിൻ്റെ പേരൊന്നും കറക്റ്റ് പറയുന്നില്ല. നിങ്ങൾക്ക് കയറി ഡിസ്ക്രിപ്ഷനിൽ നോക്കിയാൽ നിങ്ങൾക്ക് പുള്ളിയുടെ വീഡിയോ കാണാൻ പറ്റുന്നതായിരിക്കും. ഞാനപ്പോൾ ഇവിടെ ഒരു ന്യൂസ് പേപ്പർ ഇട്ടു. അടുത്തതായിട്ട് ഞാനിവിടെ മുട്ട സെറ്റ് ചെയ്യാൻ പോവാണ്. ഞാൻ ഇവിടെ എടുത്തേക്കുന്ന താറാവിൻ്റെ മുട്ടയാണ്. ഇത് കൊത്തുമുട്ടയാണോ എന്ന് എനിക്കറിയത്തില്ല. ഞാൻ കടയിൽ നിന്ന് വാങ്ങിച്ച മുട്ടയാണ്. ഇപ്പോൾ ഞാനിവിടെ എടുത്തേക്കുന്ന 3 താറാവിൻ്റെ മുട്ടയാണ്. ഇതിൽ എത്ര എണ്ണം വിരിയുമെന്നോ എങ്ങനെയോ നമുക്കൊന്നും പറയാൻ പറ്റത്തില്ല. എന്തായാലും ഞാൻ ആ താറാവിൻ്റെ മുട്ട എടുത്തിട്ട് ഒരു സൈഡ് എൻ്റെ സ്കെച്ച് വെച്ച് ഞാൻ ഒന്ന് മാർക്ക് ചെയ്ത് വിടുകയാണ്. അപ്പോൾ നമുക്ക് തിരിച്ച് വെച്ചാൽ അറിയാൻ പറ്റുന്ന രീതിയിൽ മാർക്ക് ചെയ്താൽ മാത്രമേ നമുക്ക് അറിയാൻ പറ്റത്തുള്ളൂ. അതുപോലെ ഞാൻ 3 എണ്ണവും മാർക്ക് ചെയ്തിട്ട് ഇതിനകത്ത് വെക്കുകയാണ്. അപ്പോൾ ഞാനിവിടെ 3 മുട്ട മാർക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. താറാമുട്ട വിരിയാൻ 28 ദിവസം വേണമെന്നാണ് അതിൻ്റെ കണക്ക്. അപ്പോൾ ഇതിൻ്റെ കൂട്ടത്തിൽ ഹ്യൂമിഡിറ്റി കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ട് ഞാനൊരു കപ്പിൽ കുറച്ച് വെള്ളം വെക്കുന്നുണ്ട്. നമ്മളുണ്ടാക്കുന്ന ഈ ഇൻക്യുബേറ്ററിലെ ഹ്യൂമിഡിറ്റി കൺട്രോൾ ആവാനാണ് വെള്ളം വെക്കുന്നത്. അപ്പോൾ രാവിലെ വൈകിട്ട് നമ്മൾ മുട്ട തിരിച്ച് വെക്കുകയും വേണം. ഇതിനകത്ത് വെള്ളം ഉണ്ടോ എന്ന് ചെക്ക് ചെയ്തിട്ട് ഇല്ലെങ്കിൽ നമ്മൾ ഒഴിച്ചു കൊടുക്കുകയും വേണം. ഇത് മെയിനായിട്ട് നമ്മൾ നോക്കേണ്ട കാര്യം. ഇനി നമുക്കിത് കറക്റ്റ് വർക്കിംഗ് ആണോ എന്ന് നോക്കാം. 37.3 ആയി, 37.5 ആയപ്പോൾ അത് ഓഫായി. പിന്നെ അത് 37.8 ആ ലെവൽ വരെ പോവും. അത് കഴിഞ്ഞ് ഇനി കുറഞ്ഞ് താഴോട്ട് വരുമ്പോഴത്തേക്കിനും പിന്നെ ഓണാവും. അപ്പോൾ ഞാനിവിടെ താറാമുട്ടയാണ് വെച്ചേക്കുന്നത്. 28 ദിവസം കഴിയുമ്പോൾ ഇത് വിരിയുമായിരിക്കും. നമുക്ക് ഒരു പരീക്ഷണമാണ്. ഇത് കൊത്തുമുട്ടയാണോ എന്ന് എനിക്കറിയത്തില്ല. അപ്പോൾ ഒരു 7 ദിവസം കഴിഞ്ഞിട്ട് നമ്മൾ കോഴിമുട്ടയും വെക്കുവാണെങ്കിൽ ഈ താറാവും കോഴി ഒരുമിച്ച് വിരിഞ്ഞിറങ്ങാൻ നമുക്ക് കാണാൻ പറ്റും. നമ്മളപ്പോൾ 27ാമത്തെ ദിവസം എത്തി നിൽക്കുകയാണ്. നമുക്ക് നേരത്തെ വീഡിയോസൊന്നും എടുക്കാൻ സാധിച്ചില്ല. ഇതിൻ്റെ ഇടയ്ക്ക് കോഴിമുട്ടയൊക്കെ നമുക്ക് കൊത്തുമുട്ട കിട്ടിയായിരുന്നു, അതൊന്നും എടുക്കാൻ സാധിച്ചില്ല. പക്ഷേ അതൊന്നും കുഴപ്പമില്ല, നമുക്ക് ഇതിനകത്ത് തന്നെ പറഞ്ഞു പോകാമെന്നേ ഉള്ളൂ. അപ്പോൾ ഒരു 6 ദിവസം കഴിഞ്ഞ് നമ്മൾ താറാമുട്ട വെച്ച് ഒരു 6-7 ദിവസം കഴിഞ്ഞപ്പോഴത്തേക്കിന് എനിക്ക് കോഴിമുട്ട കിട്ടി. ഞാനത് വെച്ചു. അപ്പോൾ ഈ രണ്ടും കൂടെ ഒരുമിച്ച് വിരിഞ്ഞിറങ്ങാൻ പറ്റുന്ന രീതിയിലാണ് ഞാൻ സെറ്റ് ചെയ്തേക്കുന്നത്. അതിൻ്റെ കൂട്ടത്തിൽ നമ്മുടെ ഈ വെച്ച 3 താറാമുട്ടയ്ക്കകത്ത് 2 എണ്ണം ഇങ്ങനെ പൊട്ടി കാണുമ്പോൾ അതിനകത്ത് കുഞ്ഞുണ്ടെന്ന് അറിഞ്ഞപ്പോൾ വലിയൊരു സന്തോഷമുണ്ട്. കാരണം നമ്മളത് കൊത്തുമുട്ടയാണെന്ന് അറിയത്തില്ലായിരുന്നു. വെളിയിൽ നിന്ന് നമ്മൾ കടയിൽ വിൽക്കാൻ വെച്ചിരുന്ന മുട്ടയാണ് ഞാൻ വാങ്ങിച്ചു വെച്ചത്. നമ്മളിവിടെ 7 മുട്ട വെച്ചിട്ടുണ്ട്. അതിനകത്ത് 2 എണ്ണം താറാവും ബാക്കി 5 എണ്ണം കോഴി മുട്ടയുമാണ്. അത് കരിങ്കോഴിയുടെ മുട്ടയാണെന്നാണ് അവർ പറഞ്ഞത്. അപ്പോൾ അതിനകത്ത് നമ്മൾ പൊട്ടലൊന്നും കണ്ടിട്ടില്ല കേട്ടോ. ഈ താറാവ് മുട്ടയ്ക്കകത്തെ 3 എണ്ണത്തിനകത്തെ ഒരെണ്ണം ചീമുട്ടയായിരുന്നു, അത് ഞാൻ എടുത്ത് കളഞ്ഞിട്ടുണ്ട്. അപ്പോൾ ബാക്കി കാര്യങ്ങളൊന്നും നമുക്ക് നാളെ നോക്കാം. അപ്പോൾ ഗായ്സ്, നമ്മുടെ 28ാമത്തെ ദിവസം ഇവിടെ വന്നു നമ്മുടെ താറാക്കുട്ടന്മാർ വിരിഞ്ഞിറങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഇവന്മാർ ആ വെള്ളത്തിൽ വീഴാതിരിക്കാൻ വേണ്ടിയിട്ട് ഞാനൊരു നെറ്റൊക്കെ വെച്ച് ആ വെള്ളം ഒന്ന് അടച്ചിട്ടുണ്ടായിരുന്നു. എന്തായാലും അത് നല്ല കാര്യമായിപ്പോയെന്ന് എനിക്ക് തോന്നുന്നു. കാരണം ഇവരെ വിരിഞ്ഞിറങ്ങിയ ഉടനെ എൻ്റെ ഈ ഫാനിൻ്റെ ഇടയിലൊക്കെ ഇരിക്കുമായിരുന്നു. ഞാനിപ്പോൾ മാറ്റി വെച്ച് ഞാനിപ്പോൾ വീഡിയോ എടുക്കുന്നത്. ഭയങ്കര ക്യൂട്ടല്ലേ കാണാൻ. വേണ്ട ഗായ്സ്, നമ്മുടെ കരിങ്കോഴി കുഞ്ഞും വിരിഞ്ഞിറങ്ങിയിട്ടുണ്ട്. നമുക്ക് ഭയങ്കര സന്തോഷമുണ്ട്. അതിൻ്റെ കൂട്ടത്തിൽ ചെറിയൊരു സങ്കടവും ഉണ്ട്. എന്താണെന്ന് വെച്ചാൽ ഇവന്മാർ വിരിഞ്ഞിറങ്ങിയ ഉടനെ നമ്മുടെ ഫാനിൻ്റെ ഇടയ്ക്ക് കയറിയിട്ടുണ്ടായിരുന്നു. ഈ CPU ഫാനിൻ്റെ ഇടയ്ക്ക് കയറി ഒരുത്തൻ്റെ ചിറകിന് ചെറിയൊരു മുറിവ് വന്നിട്ടുണ്ട്. അവൻ്റെ തന്നെ കഴുത്തിൻ്റെ തലയിലായിട്ടും ചെറിയൊരു മുറിവ് വന്നിട്ടുണ്ട്. പക്ഷേ അമ്മ അത് കുഴപ്പമില്ല, മഞ്ഞളൊക്കെ വെച്ച് സെറ്റ് ചെയ്ത് തന്നിട്ടുണ്ട്.
നമ്മൾ ചെറിയൊരു ബ്രൂഡറൊക്കെ ഇവിടെ സെറ്റ് ചെയ്ത് 2 പേരെയും അല്ല 4 പേരെ നമ്മൾ ഇതിനകത്ത് സെറ്റ് ചെയ്ത് വിട്ടിട്ടുണ്ട്. ബ്രൂഡറിലൊക്കെ കിടന്ന് ഇമ്മാറിങ്ങനെ അർമാദിക്കുമ്പോഴത്തേക്കിനും 2 അവന്മാർ അവിടെ മൂലയ്ക്ക് പോയി നിന്നിട്ട് പറയുക അവന്മാർക്ക് നീന്തണമെന്ന്. അപ്പോൾ അവന്മാർ നീന്തിക്കാതിരിക്കുന്ന മോശമല്ലേ, അവന്മാർക്ക് നീന്തൽ അറിയാമോ എന്ന് നമുക്കൊന്ന് നോക്കണമല്ലോ. അപ്പോൾ വെള്ളത്തിലോട്ട് ഇറക്കി വിട്ടു. വെള്ളത്തിലോട്ട് ഇറക്കി വിട്ടപ്പോൾ അവന്മാരെ ആ സന്തോഷം കണ്ടില്ലേ, ഭയങ്കര ചാട്ടന്മാരെയും കളിയൊക്കെ. അപ്പോൾ അവന്മാർ നല്ലതായിട്ട് എൻജോയ് ചെയ്തിട്ട്. അതിൻ്റെ കൂട്ടത്തിൽ നിങ്ങളുടെ അടുത്ത് വേറൊരു സങ്കടം പറയാനുണ്ട്. നമ്മുടെ കോഴിക്കുഞ്ഞ് വടിയായിട്ടുണ്ട്. മരിച്ചു കഴിഞ്ഞവരെ കുറിച്ച് മോശം പറയലെന്നാണ്, എന്നാലും ഞാൻ പറയുകയാണ്. അവന്മാർ മണ്ടത്തരം കാണിച്ചു, ഫാൻ്റെ ഇടയിൽ കയറിയോണ്ടാണ് അങ്ങനെ ഒരു അവസ്ഥ വന്നത്. എന്നാലും പോട്ടെ, നല്ല 2 കോഴിക്കുഞ്ഞുങ്ങളായിരുന്നു എന്ന് വേണമെങ്കിൽ നമുക്ക് പറഞ്ഞ് സമാധാനിക്കാം. അപ്പോൾ ഇവന്മാർ ഭയങ്കര ഹാപ്പിയാണ് കേട്ടോ. ഇവന്മാർ വെള്ളം കണ്ടപ്പോൾ ഭയങ്കര സന്തോഷമായി. അപ്പോൾ എനിക്കും അത് ഭയങ്കര സന്തോഷമായി. ഇവന്മാർ നല്ലതായിട്ട് കെയർ ചെയ്യണമെന്ന് എനിക്ക് ഭയങ്കര ആഗ്രഹമുണ്ട്. അപ്പോൾ ഇവന്മാർക്ക് ഒരു കൂടൊക്കെ സെറ്റ് ചെയ്യണം. അതിൻ്റെയൊക്കെ വീഡിയോസ് നമുക്ക് ഇനിയും വരുന്നതായിരിക്കും.